ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ചോദ്യം അതായത് പ്രധാന കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ, റോളർ ഹോക്കിയിലെ പ്രധാനപ്പെട്ട കളിക്കാർ 5 പേർ മാത്രമാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട കായിക ഇനമായ റോളർ ഹോക്കിയിലെ പ്രധാനപ്പെട്ട കളിക്കാര് 5 പേര് മാത്രമാണ്. ശരിയാണോ ഈ പ്രസ്താവന? ശരിയാണ്. ബേസ്ബോൾ അതുപോലെ ഹാൻഡ്ബോൾ എന്നിവയിലെ പ്രധാനപ്പെട്ട കളിക്കാരുടെ എണ്ണം 9 ആണ്. ശരിയാണോ? തെറ്റാണ് അല്ലെ? അതായത് ബേസ്ബോള് ഹാൻഡ്ബോള് രണ്ടും 2 ഗെയിമാണ്. ഹാൻഡ്ബോളില് 7 കളിക്കാരും, അതായത് ഹാൻഡ്ബോളില് 7 കളിക്കാരും ബേസ്ബോളില് 9 കളിക്കാരുമാണ് ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാസ്കറ്റ് ബോളും വനിതാ ബാസ്കറ്റ് ബോളും കളിക്കുന്ന കളിക്കാരുടെ എണ്ണം യഥാക്രമം 3, 4 എന്നിങ്ങനെയാണ്. തെറ്റാണ്. ബേസ്ബോളും ബാസ്കറ്റ് ബോളും കളിക്കുന്ന പ്രധാന കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ അണിനിരക്കുന്ന കായിക ഇനമാണ് റഗ്ബി. റഗ്ബി കേട്ടിട്ടുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ഗെയിം ഇനമാണ്. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുള്ള ഒരു കളി കൂടിയാണ് ഇത്. റഗ്ബിയില് 15 കളിക്കാരുണ്ടാവും ട്ടോ. ഏറ്റവും കൂടുതൽ കളിക്കാരുള്ളതാണ് റഗ്ബി. 15 കളിക്കാരാണ് ഉണ്ടാവുന്നത്. ഏതാണ് ഇതിലെ ശരിയായ പ്രസ്താവനകൾ? ഏതൊക്കെയാണ്? 1ഉം 4ഉം മാത്രമാണ് ശരി അല്ലെ? നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന അല്ലെ? പോളോ കളിക്കാൻ 4 പേര് വേണം. വാട്ടർ പോളോ കളിക്കാൻ 7 പേരാണ് ആവശ്യം അല്ലെ? അതുപോലെ വോളിബോൾ, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട കായിക ഇനത്തിനും ഓരോരോ നമ്പേഴ്സ് ആണ്. അതിൽ ഇത്ര ആൾക്കാർ കളിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ട്ടോ. ക്രിക്കറ്റ് കളിക്കാൻ എത്ര പേരാണ്? ക്രിക്കറ്റ് എത്ര പേരാണ്? 11 പേരാണ് അല്ലെ? ഖോ കളിക്കാനോ 9 പേര്. അതുപോലെ കാർലിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിം ഇനം കളിക്കാനായിട്ട് 4 പേര്. ഇങ്ങനെയൊക്കെയാണ് കായിക ഇനങ്ങളും അവരുടെ എണ്ണങ്ങളും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക. ഇതും കായികവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നെറ്റ് ബോൾ, കബഡി, സ്ക്വാഷ്, ഷൂട്ടിംഗ്, ഇതില് ഒറ്റയാൻ ആരാണ് എന്ന് കണ്ടെത്തുക. ആരാണ് ഇതിലെ ഒറ്റയാൻ? ആരാണ് ഇതിലെ ഒറ്റയാൻ? വേഗം പറഞ്ഞോളൂ. ഏതാണ് ഇതിൽ ശരി ഉത്തരായിട്ട് വരുന്നത്? നെറ്റ് ബോള്, കബഡി, സ്ക്വാഷ്, അതുപോലെ തന്നെ ഷൂട്ടിംഗ്. ഇവ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ? ആരോ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഏതാണ് ആ ഇനം? നെറ്റ് ബോള്, കബഡി, സ്ക്വാഷ്, ഷൂട്ടിംഗ്. ഏതാണ്? നമ്മളെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കായിക താരങ്ങളും അവയുടെ എണ്ണവും ഒക്കെയാണ്. ഏതാണ് ഇതിൽ ശരി ഉത്തരായിട്ട് വരുന്നത്? അതുപോലെ തന്നെ അവരുടെ ആ ഒരു നടക്കുന്ന കളിയരങ്ങില്ലേ, അതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിക്കുക. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ്, ഷൂട്ടിംഗ് ആണ്. കാരണം ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കായിക ഇനം നടക്കുന്ന കളിയരങ്ങ് റേഞ്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റേഞ്ച്, ഇത് നടക്കുന്ന കളിയരങ്ങ് റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെറ്റ് ബോള്, കബഡി, അതുപോലെ തന്നെ സ്ക്വാഷ്, ഇവ മൂന്നും നടക്കുന്ന കളിയരങ്ങ് കോർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോർട്ട് എന്നാണ് ഈ കളിയരങ്ങുകൾ അറിയപ്പെടുന്നത്. അതേ സമയത്ത് ഷൂട്ടിംഗ് മാത്രം എന്താണ്? റേഞ്ച് എന്നാണ്. ഷൂട്ടിംഗ് നടക്കുന്ന കളിയരങ്ങ് റേഞ്ച് എന്നും, അതുപോലെ നെറ്റ് ബോള്, സ്ക്വാഷ്, കബഡി തുടങ്ങിയ കായിക ഇനങ്ങൾ നിരക്കുന്ന കളിയരങ്ങ് കോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. അടുത്തത്, കായിക ഇനങ്ങളും അവയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക അല്ലെ? അതായത് കായിക ഇനങ്ങളും അതുപോലെ തന്നെ അവയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഷോട്ട് പുട്ട് അതുപോലെ തന്നെ ഹാമർ ത്രോ എന്നിവയിലേക്കുള്ള അടിസ്ഥാന അളവുകളാണ് 7.26 കിലോഗ്രാം. ശരിയല്ലേ? ഈ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്തത്, ഏറ്റവും കുറഞ്ഞ ഭാരം ഉപയോഗിക്കുന്ന ഒരു കായിക ഇനമാണ് സ്ക്വാഷ് ബോള്.
ശരിയാണോ? ഏറ്റവും കുറഞ്ഞ ഭാരം ഉപയോഗിക്കുന്ന ഒരു കായിക ഇനം തന്നെയാണ് ഏത്? സ്ക്വാഷ് ബോൾ എന്ന് പറയുന്നത്. അതായത് സ്ക്വാഷ് ബോളിന്റെ വെയിറ്റ് എത്രയാണ്? അതായത് 23 മുതൽ 25 കിലോഗ്രാം വരെയാണ് സ്ക്വാഷ് ബോളിന്റെ വെയിറ്റ്. കിലോഗ്രാം അല്ല, ഗ്രാം ആണ് കേട്ടോ. കിലോഗ്രാം വെയിറ്റ് വരുന്നില്ല. അത്രയും ചെറിയ ഗ്രാം വരെയാണ് ഇതിന്റെ സ്ക്വാഷ് ബോളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, ഫീൽഡ് ഹോക്കി ബോളിന്റെ ഭാരം ശരാശരി 410 മുതൽ 450 ഗ്രാം വരെയാണ്. ശരിയാണോ? ഫീൽഡ് ഹോക്കി ബോളിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 410 മുതൽ 450 വരെയാണ്. തെറ്റാണ്. എത്രയാണ്? അതായത് അതും കുറവാണ്. 156 മുതൽ 163 ഗ്രാം വരെയേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഓക്കെ, ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്രിക്കറ്റ് ബോളിന്റെ ഭാരം എത്രയാണ്? 155 ഗ്രാം മുതൽ 163 ഗ്രാം വരെയാണ്. അത് ശരിയാണ്. അപ്പൊ ഇതില് തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ സി ആണ്. അതായത് 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അല്ലെ? കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമായിരുന്നു. അടുത്തത്, ചുവടെ ചേർത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കായിക ഇനം ഏതെന്ന് കണ്ടെത്തുക. യോക്കർ, ചൈനാമാൻ, ഗൂഗ്ലി, ഗള്ളി തുടങ്ങിയ സാങ്കേതിക പദങ്ങൾ ഈ കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്. യോർക്കറും ചൈനാമാനും കേട്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കായിക ഇനവുമായി ബന്ധപ്പെട്ട കളിയരങ്ങ് പിച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കായിക ഇനത്തിൽ പ്രധാനമായിട്ടും 11 കളിക്കാരാണ് ഉള്ളത്. കിട്ടിയോ? ആൻസർ ഏതാന്ന് കിട്ടിയോ? ഏതാണ് ശരി ഉത്തരം? ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇവയെല്ലാം. ഓക്കെ, അടുത്തത് ശരിയായി ക്രമപ്പെടുത്തുക, ജോഡി ചേർക്കുക. അതായത് ഖോഖോ, കർലിംഗ്, ലാക്രോസ്, ഫുട്ബോൾ ഇവയെല്ലാം കളിക്കാനായിട്ട് എത്ര എണ്ണമാണ് കളിക്കാര് വേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് മാച്ച് ചെയ്താലും മതി. ഓക്കെ, അതായത് ഖോഖോ, കർലിംഗ്, ലാക്രോസ്, അതുപോലെ തന്നെ ഫുട്ബോൾ. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഖോഖോ കളിക്കാനായിട്ട് 9 കളിക്കാർ ആവശ്യമാണ്. അതുപോലെ കർലിംഗ് കളിക്കാനായിട്ട് 4 ആൾക്കാർ മതി. അതുപോലെ ലാക്രോസ് കളിക്കാനായിട്ട് 10 ആൾക്കാർ വേണം. ഫുട്ബോൾ കളിക്കാനായിട്ട് എത്ര ആൾ വേണം? ഫുട്ബോൾ കളിക്കാനായിട്ട് 11 പേരാണ് ആവശ്യം. ഓക്കെ, അപ്പോ കളിക്കാരുടെ എണ്ണവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കായിക ഇനവുമായി ബന്ധപ്പെട്ടൊരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന അന്തരീക്ഷ ഘടകം ഏതെല്ലാം? അല്ലെ, നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യമാണ്. കാലാവസ്ഥാ മാറ്റത്തെ നമുക്കറിയാലോ അല്ലെ, കാലാവസ്ഥകൾ ഋതുഭേദങ്ങൾക്ക് അനുസരിച്ചിട്ട് കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം വേനൽക്കാലവും മഴക്കാലവും എല്ലാം വർഷകാലവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് കാരണമാകുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നതില്? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അതായത് താപനില, മർദ്ദം, കാറ്റിന്റെ ദിശ, ആർദ്രത, വർഷപാതം ഇതെല്ലാം എന്താണ്? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കാലാവസ്ഥാ മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അന്തരീക്ഷ ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, ഏതൊക്കെയാണെന്ന് ശരി ഉത്തരം? ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം 6 ആണ്. ആണോ? 6 ഘടകങ്ങളുണ്ടോ? ഉണ്ട് അല്ലെ, ശരിയാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല കാലാവസ്ഥയാകുന്നു. ആണ്, ശരിയാണ്. അടുത്തത് ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് ഈ പറയുന്ന കാലാവസ്ഥ. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം.
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ് അല്ലെ. നോക്കൂ, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ 6 എണ്ണമാണ് അല്ലെ. ഏതൊക്കെയാണ് 6? അക്ഷാംശം, ഉയരം, മർദ്ദവും, കാറ്റ്, കടലിൽ സമുദ്രത്തിന്റെ സമുദ്ര സാമീപ്യം, സമുദ്ര പ്രവാഹങ്ങള്, ഭൂപ്രകൃതി, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം ഈ പറയുന്ന കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ വസ്തുത കണ്ടെത്തുക അല്ലെ. തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? നോക്കൂ, അതായത് ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭാഗം, അതായത് ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭാഗം ഉത്തരായന രേഖയ്ക്ക് തെക്കുഭാഗമാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, ഉഷ്ണമേഖലയിൽ വർഷം മുഴുവനും ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചൂട് കൂടിയ മേഖലയാണ്. ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുക വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭിക്കുന്നു. ശരിയാണ്. അടുത്തത്, ഹിമാലയ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? മഴ ലഭിക്കുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഇതും എല്ലാം ശരിയാണ് അല്ലെ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് തീവ്രമായ കാലാവസ്ഥ ആയിരിക്കും. അത് ശരിയാണ് അല്ലെ. അതായത് കടലിൽ നിന്നും കുറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളില് കാലാവസ്ഥ വളരെ തീവ്രമായ കാലാവസ്ഥയായിരിക്കും. ഭൂപ്രദേശത്ത് നിന്നും ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ശരിയാണോ? തെറ്റാണ്. അതായത് ഭൂപ്രദേശത്ത് നിന്നും ഉയരം കൂടുന്തോറും താപനില കുറയുന്നു, കുറവാണ് അനുഭവപ്പെടുക. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളെക്കാൾ തണുപ്പുള്ളവ ആയിരിക്കും. ശരിയാണ്. കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ്? 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. പശ്ചിമ കാറ്റുകളുടെ ദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ആണ്. അതായത് പശ്ചിമ കാറ്റുകളുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്നും എവിടേക്കാണ്? പടിഞ്ഞാറോട്ട് ആണ്. ശരിയാണോ? തെറ്റാണ്. എവിടുന്ന് എവിടേക്കാണ് പശ്ചിമ കാറ്റുകള്? അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആണ്. ഇനി അടുത്തത് നോക്കൂ, ജെറ്റ് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത് പശ്ചിമ കാറ്റുകൾ ആണ്. ശരിയാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആണ്. ശരിയാണോ? ശരിയാണ്. വേഗത കൂടുതലും ശക്തിയേറിയ മഴയോട് കൂടിയാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത്. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2, 3, 4 ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക അല്ലെ. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കോളൂ. മൺസൂണിന്റെ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ്. ശരിയല്ലേ? ശരിയാണ്. ജൂലൈ മധ്യത്തോടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവനും വ്യാപിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും സംവഹന വൃഷ്ടിയാണ്. പശ്ചിമഘട്ടത്തില് അല്ല, തെറ്റാണ്. എന്താണ്? പർവ്വത വൃഷ്ടിയാണ്.
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ച ശേഷം ഒന്നോ അതിൽ കൂടുതൽ ആഴ്ചകളോ മഴ ലഭിക്കാതിരുന്നാൽ അത് മൺസൂൺ ഇടവേള എന്ന് അറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? 3 മാത്രമാണ് തെറ്റ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എൽ നിനോ പ്രതിഭാസത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ വിലയിരുത്തുക. എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഉണ്ണിയേശു എന്നാണ് എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം. ആണോ? ആണ്. ഇന്ത്യയിൽ എൽ നിനോ ദീർഘകാല മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഇനി നോക്കൂ, ഇന്ത്യയിൽ എൽ നിനോ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ശരിയാണ്. അത് സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് എൽ നിനോയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം? എല്ലാതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അല്ലെ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും തണുപ്പേറിയ മാസമാണ് ഡിസംബറും ജനുവരിയും. ശരിയോ തെറ്റോ? ശരിയാണ്. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ശൈത്യകാലം കൃത്യമായി അനുഭവപ്പെടാറില്ല. അതും ശരിയാണ്. ഉപദ്വീപീയ പ്രദേശമാണ്. ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിന് കാരണം ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകുന്നത് ആണ്. അതും ശരിയാണ്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, കാൽവൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാദേശിക കാറ്റാണ് ഏത്? പ്രാദേശിക കാറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതാണ് കാൽവൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്നത്? മാമ്പഴക്കാറ്റ്, കാപ്പി പൂവിടും മഴ, അതുപോലെ തന്നെ ഏതാണ്? നോർവെസ്റ്റർ ലൂ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. നോർവെസ്റ്റർ ആണ് കാൽവൈശാഖി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ബംഗാളിലും അസമിലും ഒക്കെ ഈ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള കാറ്റുകളാണ് നോർവെസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നോർവെസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ. എപ്പോഴാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്? എപ്പോഴാണ്? ജനുവരി ഫെബ്രുവരി ആണോ? ജൂലൈ ഓഗസ്റ്റ് ആണോ? നവംബർ ഡിസംബർ ആണോ? സെപ്റ്റംബർ ഒക്ടോബർ ആണോ? ശ്രദ്ധിക്കുക, ഏതാണ്? ശരത്കാലമാണ്. ശരത്കാലം ഏതാണ്? ശരത്കാലം എന്നറിയപ്പെടുന്നത് ശരത്കാലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളെയാണ് നമ്മൾ ശരത്കാലം എന്ന് പറയുന്നത്. ഓക്കെ, വസന്തകാലം മാർച്ച് ഏപ്രിൽ ആണല്ലേ. ഗ്രീഷ്മം എപ്പോഴാണ്? മെയ്യും ജൂണും ആണ്. വർഷകാലം എന്ന് പറയുന്നത് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ തന്നിട്ട് മീൻസ് മാസങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏത് കാലഘട്ടമാണ് ഋതുഭേദങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് ഇത്. അത് നമുക്ക് ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. ആദ്യത്തെ ചോദ്യം, 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? ഓക്കെ, അതായത് 750 രൂപയ്ക്ക് അയാൾ ഒരു സാധനം വാങ്ങി അല്ലെ. എത്ര രൂപയ്ക്ക് വാങ്ങി? 750 രൂപയ്ക്ക് അദ്ദേഹം ഒരാൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് 14% ലാഭത്തിൽ വിൽക്കണം അല്ലെ. 14% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ അതിന്റെ 14% ലാഭം കാണാനായിട്ട് 750 × 14 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. കാരണം നമുക്ക് ശതമാനമാണല്ലോ കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ചെയ്യുമ്പോ എത്ര ആൻസർ കിട്ടും നമുക്ക്? എത്രയാ നമുക്ക് ആൻസർ കിട്ടുക? ഇത് ചെയ്യുന്ന സമയത്ത് 105 എന്ന ആൻസർ കിട്ടും അല്ലെ. അത് 100 വെട്ടി 2 ആക്കുക. മേലെ 100 വെട്ടുമ്പോ 52, ഇവിടെ 7 കിട്ടും അല്ലെ. 7 15. ഓക്കെ അല്ലെ.
അപ്പൊ എത്ര ആൻസർ കിട്ടും? അപ്പൊ 805 എന്നുള്ളത് ആൻസർ കിട്ടും. അപ്പൊ 105ന്റെ കൂടെ എത്ര കൂട്ടണം? ഈ ഒരു 750 കൂട്ടുക. 750 പ്ലസ് 105 ചെയ്യുമ്പോ 5 5 8 855 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 855 രൂപയ്ക്ക് ആ സാധനം വിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുക? ഈ 14% ലാഭം കിട്ടുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? അടുത്ത ചോദ്യം, രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? അപ്പൊ നഷ്ടശതമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോ രാമു എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 1500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് സാധനം വാങ്ങിച്ചു? മേശയാണ് വാങ്ങിയത് അല്ലെ? അപ്പോ എക്സ് ശതമാനം ലാഭമാണ്. ഇവിടെ ലാഭം തന്നിട്ടുണ്ട്, ലാഭമല്ല നഷ്ടശതമാനം തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അത് എക്സ് എന്ന് നമ്മൾ കൊടുത്തു. ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഉത്തരം കിട്ടണം? 1200 എന്ന് നമുക്ക് ആൻസർ കിട്ടണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്താണ്? നമ്മള് 1200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യുക? 1500 ചെയ്യുക അല്ലെ? ഓക്കെ അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യാ? അപ്പൊ എത്ര കിട്ടും? എത്രയാ കിട്ടുക? 0 0 വെട്ടിപ്പോയി അല്ലെ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 1200 ഡിവൈഡഡ് ബൈ 15 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നു? 80 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? അപ്പൊ ഈ 80 എന്നതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? 100ൽ നിന്ന് ഈ 80 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 20% എന്ന് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ? 20%. ഓപ്ഷനിലുണ്ട്, ഓപ്ഷനിൽ 20. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്തത്, ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു. 20% ലാഭവും കിട്ടി. 30% ലാഭം കിട്ടണമെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് അദ്ദേഹം വിൽക്കേണ്ടത്? അല്ലെ? ഒരാൾ ഒരു ഉൽപ്പന്നം, ഒരു സാധനം 840 രൂപയ്ക്ക് വിറ്റു. അതിൽ നിന്ന് അദ്ദേഹത്തിന് 20% ലാഭം ലഭിക്കുകയും ചെയ്തു അല്ലെ? അപ്പൊ നോക്കൂ, എക്സ് എന്ന് പറയുന്ന സാധനം എത്രയോ ഒരു ശതമാനത്തിന് വിറ്റു. അപ്പൊ 120% വിറ്റു അല്ലെ? 120. അപ്പൊ നമുക്കറിയാം 20% ലാഭമാണ്. അപ്പൊ 100% കിട്ടി, അതിൻ്റെ കൂടെ എന്തും കിട്ടി? ഈ 20% കൂടി കിട്ടി. അപ്പൊ 120% അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് 840 രൂപ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം അല്ലെ? എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ 840 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 120 ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? നമുക്ക് സിമ്പിൾ ആയിട്ട് എത്ര കിട്ടും? 700 എന്ന് ആൻസർ കിട്ടും. ഉറപ്പല്ലേ? 700 ആണോ? ഇനിയിപ്പോ ആൻസർ 700 ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 700 എന്ന് പറയുന്ന ഉത്തരത്തിൽ നിന്ന് ഈ 30% ലാഭം കിട്ടാനായിട്ട് എന്താണ് ചെയ്യണത്? 30% ലാഭം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് 700ന്റെ 30% എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം അല്ലെ? അപ്പോ 700ന്റെ 30% കണ്ടെത്താനായിട്ട് 700 ഇൻറ്റു 30/100 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 210 എന്ന് കിട്ടി. ഉറപ്പല്ലേ? ഇനി നമുക്ക് ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതായത് 30% എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് അറിയണമല്ലോ. അതായത് 210 രൂപ ലാഭം കിട്ടിയപ്പോൾ മൊത്തം എത്ര രൂപയ്ക്ക് വിറ്റു എന്നറിയാനായിട്ട് ഈ 700ന്റെ കൂടെ 210 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 910 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് അത് വിറ്റ വില അല്ലെ? എത്ര രൂപയ്ക്ക് വിറ്റു എന്നത് എത്രയാണ് ആൻസർ? 910 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിലാണ് വിൽക്കുന്നത് എങ്കിൽ വിറ്റ വില എത്രയാണ്? നോക്കൂ, ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നഷ്ടം മീൻസ് നഷ്ടമാണ് ഇവിടെ. അതായത് 1400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിള് 10% നഷ്ടത്തിലാണ് അദ്ദേഹം വിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വിറ്റ വില എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നോക്കൂ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1400ന്റെ 10%
നഷ്ടമാണ് അല്ലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുക. അപ്പൊ എത്ര നമുക്ക് കിട്ടി? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി 140 എന്ന്. അതായത് 140 രൂപ നഷ്ടമാണ് നമുക്ക് കിട്ടി. ഇനി വിറ്റ വില കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1400 മൈനസ് 140 ചെയ്താൽ മതി. എത്ര നമുക്ക് ആൻസർ കിട്ടും? 1200 എത്ര കിട്ടും? 60 ഉത്തരം കിട്ടും. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി കുറെ പേർക്ക് കിട്ടി. 1260 ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സാധനം 182 രൂപയ്ക്ക് വിറ്റാൽ അത് 9% നഷ്ടത്തിലാകും. 9% ലാഭം നേടുന്നതിന് അതിന്റെ വിൽപ്പന വില എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ കണക്കാക്കണം. അതായത് ഒരു സാധനം 182 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അത് 9% നഷ്ടത്തിലാകുന്നു. ഓക്കെ, 9% നഷ്ടത്തിലാകുകയും ചെയ്യും. അതേപോലെ 9% ലാഭം അയാൾക്ക് വേണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് ആ സാധനം വിൽക്കണം? അതാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പോ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ഒരു സാധനം അല്ലെ, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന വസ്തു അത് 9% എന്താണ്? നഷ്ടത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. 9% നഷ്ടം എന്ന് പറയുമ്പോൾ ബാക്കി എത്രയുണ്ട്? 91 അല്ലെ. 91% ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 182 രൂപ എന്ന് ആൻസർ കിട്ടും അല്ലെ. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വില കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് 182 × 100 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യുക? 91 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും? നമുക്ക് 200 എന്ന് ഉത്തരം കിട്ടും. ഉറപ്പല്ലേ? 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. 200-ൽ നിന്ന് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? 9% ലാഭമാണ് കിട്ടേണ്ടതെങ്കിൽ അദ്ദേഹം എത്ര രൂപയ്ക്ക് കൂട്ടി വിൽക്കണം എന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ 200 കിട്ടിയല്ലോ. 200 വരെ ഓക്കെ അല്ലേ. ഇനി 9% അദ്ദേഹത്തിന് ലാഭം വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ ലാഭമാണ് ഇനി 9% നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി? അതായത് 200-ന്റെ 9% എത്രയാണ്? 9×2 18. അങ്ങനെയെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിറ്റു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഈ 18 രൂപ എന്നുള്ളത് കിട്ടിയല്ലോ. അപ്പൊ 200-ൽ നിന്ന് ആ സാധനത്തിന്റെ ഒറിജിനൽ വില നമുക്ക് എത്ര കിട്ടി? 200 കിട്ടി അല്ലെ. അങ്ങനെയെങ്കിൽ ഈ 200-ന്റെ കൂടെ നമുക്ക് ഇനി എത്ര കൂട്ടിയാൽ മതി? 18 കൂട്ടി വിറ്റാൽ മതി. അപ്പൊ എത്ര കിട്ടി? 218 എന്ന് കിട്ടി. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? 218. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത് നമ്മൾ ആന്റോണിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ആന്റോണിംസും സിനോണിംസും. ആന്റോണിംസ് എന്ന് വെച്ചാൽ ഒരു വേർഡ് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, വിപരീത അർത്ഥം വരുന്ന പദങ്ങളെയാണ് നമ്മൾ ആന്റോണിംസ് എന്ന് പറയുന്നത്. ചോദ്യം നോക്കൂ. These claims are absolutely preposterous antonym of the underlined word. അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന preposterous എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമായി വരുന്ന, അതായത് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഏതാണ്? ഏത് വാക്കാണ് എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ശരി ഏതാണ്? റീസണബിൾ ആണ്. ഓക്കെ, പ്രീപോസ്റ്ററസ് എന്ന് വെച്ചാൽ റീസണബിൾ എന്നാണ് ആൻസർ. അടുത്തത് ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ലുബ്രിയസ് എക്സ്പ്രഷൻസ് ആന്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇത് ചിയർഫുൾ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചിയർഫുൾ ആണ് ശരി ഉത്തരം. അടുത്തത് ആന്റണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. ടോർമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം ആണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, റിലീവ്. അടുത്തത് ആന്റണിം ഓഫ് ദ വേർഡ് ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആന്റണിം ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അതായത് കോൺസ്റ്റന്റ് ആണ് ഇതിന്റെ ശരി ഉത്തരം. അടുത്തത് വാട്ട് ഈസ് ദ ആന്റണിം ഓഫ് ദ പ്രീഡിസസർ ഇൻ ദ വേർഡ് അല്ലെ. ആ വാക്കിലെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഏതാണ്? ഓക്കെ, ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? 25ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ്? അതിന്റെ ശരി ഉത്തരം സക്സസർ ആണ്. ഓപ്ഷൻ
ബി ആണ്, സക്സസർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 25 ചോദ്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്നായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ, അതുപോലെ തന്നെ ആന്റോണിംസ്, ലാഭവും നഷ്ടവും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.